നബി അലൈഹിസ്സലാം ഖദർ അലൈഹിസ്സലാമിന്റെ കൂടെ യാത്ര പോവുകയാണ്. ആ യാത്രക്കിടയിൽ അവര് രണ്ടുപേരും ഒരു നാട്ടിലെത്തി. വല്ലാതെ വിശക്കുന്നുണ്ട് ആ രണ്ടുപേർക്കും. ആ നാട്ടുകാരോടൊപ്പം ഭക്ഷണത്തിന് ചോദിച്ചപ്പോ ആ നാട്ടുകാരെ മൈൻഡ് ചെയ്തില്ല. കുറച്ച് മുന്നോട്ടെത്തിയപ്പോ ആ നാട്ടിൽ തന്നെ ഒരു മതില് പൊളിഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ ഖദർ അലൈഹിസ്സലാം ആ മതില് ശരിപ്പെടുത്തി നന്നാക്കി കെട്ടിക്കൊടുത്തു. മൂസാ നബി അലൈഹിസ്സലാം അതിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ ഒരു നന്ദിയില്ലാത്ത നാട്ടുകാരുടെ നാട്ടിൽ ഒരു മതില് പൊളിഞ്ഞു വീണിട്ട് നിങ്ങൾ എന്തിന് അത് കെട്ടിക്കൊടുക്കണം? കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് ഒരു കപ്പൽ, കുറെ കപ്പലുകള്, കൂട്ടത്തിൽ ഒരു കപ്പലിന് ഖദർ അലൈഹിസ്സലാം ദ്വാരമുണ്ടാക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാം അവിടെയും ചോദ്യം ചെയ്യുന്നു, എന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? ഈ കപ്പലിൽ, നല്ലൊരു കപ്പല് നിങ്ങൾ ദ്വാരമുണ്ടാക്കിയത് പൊളിച്ചു കളയുന്നു, എന്താണ് നിങ്ങൾ ഈ പ്രവർത്തിക്കുന്നത്? മൂസാ നബി അലൈഹിസ്സലാം ചോദ്യം ചെയ്യുകയാണ്. കുറച്ച് മുന്നോട്ട് പോയപ്പോ ആ യാത്രയിൽ തന്നെ ഒരു കുട്ടിയെ ഖദർ അലൈഹിസ്സലാം വധിച്ചു കളയുന്നു, കൊന്നുകളയുന്നു. അത് മൂസാ നബി അലൈഹിസ്സലാം ചോദ്യം ചെയ്യുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചോദ്യം പൂർണ്ണമായി ശരിയാണ് എന്ന് നമുക്ക് തോന്നുന്നു. എന്നാൽ അല്ലാഹു തആല അതിന്റെ കാരണങ്ങൾ നമുക്ക് പറഞ്ഞു തന്നപ്പോ അത് ശരിയാണ് ആ കാര്യങ്ങൾ എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. എന്താണ് അല്ലാഹു തആല പറയുന്നത്? വഅമ്മൽ ജിദാർ വകാന ലിഗുലാമൈനി യതീമൈനി. ആ നേരത്തെ ആ നാട്ടിൽ നിന്ന് ശരിയാക്കി കെട്ടിക്കൊടുത്ത ആ മതില്, അത് ആ നാട്ടിലുള്ള രണ്ട് യതീം കുട്ടികളുടെ അധീനതയിലുള്ള ഒരു മതിലായിരുന്നു. ആ മതിലിന്റെ അടിയില് ആ കുട്ടികളുടെ പിതാവ് അവർക്ക് വേണ്ടി ഒരു നിധി നേടി വെച്ചിട്ടുണ്ട്. അത് ആ മതില് പൊളിഞ്ഞു വീണ് പോയാല് വല്ല കള്ളന്മാരോ മറ്റോ അതെടുത്തു കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് ആ മതിൽ അദ്ദേഹം കെട്ടിക്കൊടുത്തത്. അല്ലാഹു തആല പറഞ്ഞു തരികയാണ്. രണ്ടാമത് ആ കപ്പലിന് ദ്വാരമുണ്ടാക്കിയതിന്റെ കാര്യം എന്താണ് അല്ലാഹു തആല പറഞ്ഞു തന്നു. അത് ആ നാട്ടില് അക്രമിയായ ഒരു ഭരണാധികാരിയുണ്ട്. ആ അക്രമിയായ ഭരണാധികാരി എല്ലാ കപ്പലുകളും പിടിച്ചെടുക്കുന്നുണ്ട്, നല്ല കപ്പലുകളെല്ലാം. പക്ഷെ ഈ കപ്പല് പാവപ്പെട്ട ഒരു ടീമിൻ്റെതാണ്. അവരുടെ ഉപജീവനത്തിന് വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണത്. ന്യൂനതയുള്ള കപ്പലുകളെ രാജാവ് പിടിച്ചെടുക്കില്ല. അതുകൊണ്ടാണ് ആ കപ്പലിന് ന്യൂനതകൾ ഉണ്ടാക്കി വെച്ചത്. മൂന്നാമത് കുട്ടിയെ കൊന്നതിന്റെ കാരണം അല്ലാഹു തആല പറഞ്ഞു തരുന്നത്, ഈ കുട്ടിയുടെ രക്ഷിതാക്കള് സ്വാലിഹുകളായ രണ്ട് വ്യക്തികളാണ്. അവരുടെ പേരിനും അവരുടെ തറവാടിത്തത്തിനും അവരുടെ വ്യക്തിത്വത്തിനും എല്ലാം ഹാനികരമായ രീതിയിൽ വളർന്നു വരുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയെ അപ്പോൾ തന്നെ കൊന്നുകളഞ്ഞാൽ ഭാവിയിൽ നല്ല ഒരു കുട്ടിയെ അവർക്ക് നൽകാൻ അല്ലാഹു തആല ഉദ്ദേശിക്കുന്നു എന്ന് പറയുന്നു.